ഒളിച്ചത് ടോയ്ലറ്റിൽ. കൊട്ടേഷൻ സംഘാംഗം ചാരൽ ഫൈസൽ ചെർപ്പുളശ്ശേരിയിൽ അറസ്റ്റിൽ. മുഖ്യമന്ത്രി വിളിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം നാളെ. ബാർകോഴ ആരോപണത്തിൽ അനിമോന്റെ മൊഴിയെടുത്ത ക്രൈംബ്രാഞ്ച്. മൊഴിയെടുത്തത് കോട്ടയത്ത് വെച്ച്. അബ്കാരി നയം പരിശോധിക്കുന്നത് ടൂറിസം വകുപ്പാണോ എന്ന് വി ഡി സതീശൻ. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് കെ സുരേന്ദ്രൻ. പിന്നിൽ മറ്റ് ചില അജണ്ടകളെന്ന് മുഹമ്മദ് റിയാസ്. അവയവക്കടത്ത് കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ചു പോലീസ്. സജിത്തുമായി ഇടപാടുകൾ നടത്തിയ ഒരു കമ്പനി നിരീക്ഷണത്തിൽ. മന്ത്രിയുടെ പേര് പറഞ്ഞും അവയവ തട്ടിപ്പ്. മന്ത്രി സജി ചെറിയാന്റെ PA-യുടെ പരിചയക്കാരെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയെന്ന് ആക്ഷേപം. എങ്ങനെയൊക്കെ ഒരാളെ യൂസ് ചെയ്യാൻ പറ്റും? ഇപ്പം ഈ കുട്ടിയെ നോക്കുമ്പോൾ ഈ കുട്ടി എന്താണ് ലഹരി മാഫിയ സംഘത്തിൽ ഇട്ടുകൊടുത്തത്, ഇല്ലെങ്കിൽ ലഹരി വിൽപ്പനയ്ക്ക് വേണ്ടി ഈ കുട്ടി അങ്ങ് ഇട്ട് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സെക്ഷലി അബ്യൂസ് ചെയ്ത് ഈ കുട്ടിക്ക് നല്ല ഓഫർ കൊടുക്കാം എന്നുള്ള രീതിയിൽ വാഗ്ദാനം നൽകി സെക്ഷലി അബ്യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും പിന്നീട് പോകുന്നത്. ലഹരിക്കൊപ്പം സ്വർണവും കടത്താൻ മോഡലുകൾ. യുവാക്കളെ ചതിയിൽപ്പെടുത്തുന്നത് ഓഫറുകൾ നൽകി. ലഹരി എത്തിക്കുന്നത് കാസർഗോഡ് വഴി കൊച്ചിയിലേക്ക്. പെൺകുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമവും വ്യാപകമെന്ന് വെളിപ്പെടുത്തൽ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. KSU സംസ്ഥാന ക്യാമ്പിലെ കൂട്ടയടിയിൽ നടപടി. സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്ത് NSU. മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകിയെന്ന് വിമർശനം. അലോഷ്യസ് സേവ്യറിനെതിരെ രൂക്ഷ വിമർശനവുമായി അനന്തകൃഷ്ണൻ. ലൈംഗികാതിക്രമ കേസിൽ പ്രജ്വൽ രേവണ്ണ കീഴടങ്ങും. 31-ന് ബംഗളൂരുവിൽ മടങ്ങിയെത്തും. SITക്ക് മുന്നിൽ ഹാജരാകും. സത്യം തെളിയിക്കുമെന്ന് പ്രജ്വലിന്റെ വീഡിയോ സന്ദേശം. ನಾನು ಸಂಪೂರ್ಣ ಈ ಇನ್ವೆಸ್ಟಿಗೇಷನ್ಗೆ ಸಹಕಾರ ಕೊಡೋ ಮುಖಾಂತರ ನಾನು ಇದಕ್ಕೆ ಸರಿಯಾದ ರೀತಿಯಲ್ಲಿ ಉತ್ತರ ಕೊಡುವಂತ ಕೆಲಸನ ಮಾಡ್ತೀನಿ. ಹಾಗೆ ನ್ಯಾಯಾಲಯದ ಮೇಲೆ ನನಗೆ ನಂಬಿಕೆ ಇದೆ. ಖಂಡಿತವಾಗ್ಲೂ ಕೂಡ ನಾನು ಈ ಒಂದು ಏನು ಸುಳ್ಳಿನ ಪ್ರಕರಣಗಳಿದಾವೆ ಈ ಸುಳ್ಳು ಪ್ರಕರಣದಿಂದ ಆಚೆ ಬರುವಂತ ಕೆಲಸನ ನ್ಯಾಯಾಲಯದ ಮುಖಾಂತರನೇ ಮಾಡ್ಕೋತೀನಿ ಅನ್ನೋ ಒಂದು ನಂಬಿಕೆ ನನ್ನಲ್ಲಿ ಏನಿದೆ. ഇടക്കാല ജാമ്യം നീട്ടണമെന്ന ആവശ്യവുമായി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ. വൈദ്യ പരിശോധനയ്ക്കായി 7 ദിവസം കൂടി അനുവദിക്കണമെന്ന ആവശ്യം. മർദ്ദന പരാതിയിൽ നുണ പരിശോധനയ്ക്ക് തയ്യാറെന്ന് സ്വാതി മലിവാൾ. ജൂൺ 1-ന് യോഗം വിളിച്ച് ഇന്ത്യ മുന്നണി. കണ്ണൂരിൽ അയൽവാസിയെ പിതാവും മക്കളും ചേർന്ന് അടിച്ചു കൊന്നു. മർദ്ദനം ഹെൽമറ്റും കല്ലും വടിയും ഉപയോഗിച്ച്. ആക്രമണത്തിന് പിന്നിൽ വാഹനം കഴുകിയ വെള്ളം ഒഴിക്കുന്നതിലെ തർക്കം. പ്രതികൾ കസ്റ്റഡിയിൽ. ഗുണ്ടകളെ പിടികൂടാൻ DGPയുടെ ഉത്തരവ് നിലനിൽക്കെ ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ വിരുന്നിൽ പങ്കെടുത്ത പോലീസുകാർക്കെതിരെ നടപടി. ഡിവൈഎസ്പിക്ക് ഒപ്പം പോയ 2 പോലീസുകാർക്ക് സസ്പെൻഷൻ. ഒരു CPOയ്ക്കും പോലീസ് ഡ്രൈവർക്കുമാണ് സസ്പെൻഷൻ. തമ്മനം ഫൈസലിന്റെ വീട്ടിലാണ് ഡിവൈഎസ്പി ഉൾപ്പെടെ 4 പോലീസുകാർക്ക് വിരുന്നൊരുക്കിയത്. അങ്കമാലി പോലീസിന്റെ പരിശോധനയ്ക്കിടെ കുടുങ്ങിയത് ആലപ്പുഴ ജില്ലയിലെ ഡിവൈഎസ്പി 3 പോലീസുകാരുമാണ്. പോലീസിനെ കണ്ടതോടെ ഡിവൈഎസ്പി ഗുണ്ടയുടെ വീട്ടിലെ ടോയ്ലറ്റിൽ കയറി ഒളിക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ ഗുണ്ടാ സംഘങ്ങൾക്ക് വിലങ്ങിടാൻ ഓപ്പറേഷൻ ആഗ് പോലീസ് നടപ്പാക്കുന്നതിനിടെയാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഗുണ്ടാ നേതാവിന്റെ വിരുന്നിൽ പങ്കെടുത്തത്. ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ് ഫൈസലിന്റെ അങ്കമാലിയിലെ വീട്ടിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MG സാബു 3 പോലീസ് ഉദ്യോഗസ്ഥരും എത്തിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്ന ഫൈസലിന്റെ വീട്ടിൽ അങ്കമാലി SIയും സംഘവും പരിശോധനയ്ക്കെത്തിയപ്പോഴാണ് ഡിവൈഎസ്പിയും പോലീസുകാരും പിടിയിലാകുന്നത്. ഡിവൈഎസ്പിയുടെ ഒപ്പമുണ്ടായിരുന്ന 3 CPOമാരോടും സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ DGPക്ക് റിപ്പോർട്ട് കൈമാറിയതായി ആലുവ റൂറൽ SP വൈഭവ് സക്സേന അറിയിച്ചു. നമ്മുടെ ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായിട്ട് ഒരു ആന്റി സോഷ്യൽ ഒരു റൌഡി ഹിസ്റ്ററി ഷീറ്ററിന്റെ വീട് അങ്കമാലി പോലീസ് റെയ്ഡ് ചെയ്തിരുന്നു. സോ ആ സമയത്ത് ഈ RHSലെ കൂടെ ഏകദേശം ടോട്ടൽ 4-5 പേരുണ്ടായിരുന്നു. സോ അതിൽ 2 പേർക്ക് നമ്മൾ പ്രിവെന്റീവ് അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നു. പിന്നെ ബാക്കി 3 പേരിനെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി അത് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ട ഓൾറെഡി ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് രാവിലെ തന്നെ നമ്മൾ ഓൾറെഡി DIG സാർക്ക് അയച്ചിട്ടുണ്ട്. സോ 3 കോൺസ്റ്റബിൾ ആണ്, പിന്നെ ഒരു DYSP ലെവൽ ഓഫീസറാണ്.
ഡിവൈഎസ്പിക്കൊപ്പം പോയ 2 പോലീസുകാരെയും സസ്പെൻഡ് ചെയ്തതായി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ പറഞ്ഞു. 31-ന് ജോലിയിൽ നിന്ന് വിരമിക്കാനിരിക്കുമ്പോഴാണ് ഡിവൈഎസ്പി സാബു കുടുങ്ങുന്നത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് പിന്നാലെയാണ് MG സാബു സ്ഥലം മാറി ആലപ്പുഴയിലെത്തിയത്. എറണാകുളം റൂറൽ പരിധിയിൽ ഏറെക്കാലം ജോലി ചെയ്തിരുന്നു. ഡിവൈഎസ്പിക്കെതിരെ ഉടൻ നടപടി ഉണ്ടാകാനാണ് സാധ്യത. ഒരു ഭാഗത്ത് ഗുണ്ടകൾക്കെതിരെ നടപടി കടുപ്പിക്കുമ്പോഴാണ് പോലീസ് സേനയ്ക്ക് ആകെ നാണക്കേടായിട്ടുള്ള ഒരു നടപടി ഡിവൈഎസ്പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കൊട്ടേഷൻ സംഘാംഗം ചരൽ ഫൈസൽ ചെർപ്പുളശ്ശേരിയിൽ അറസ്റ്റിൽ. കൊട്ടേഷൻ നേതാവ് അനസ് പെരുമ്പാവൂരിന്റെ അനുയായിയാണ്. 5 ലക്ഷം രൂപയും വാഹനവും തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. ചരൽ ഫൈസൽ സ്വർണ്ണ പൊട്ടിക്കൽ സംഘത്തിലെ പ്രധാനിയാണെന്ന് പോലീസ് പറഞ്ഞു. ഫൈസൽ നിരവധി കവർച്ചാ കേസുകളിലും പിടികിട്ട പുള്ളിയാണ്. ഫൈസലിനെതിരെ കാപ്പ ചുമത്തിയേക്കും. രാമനാട്ടുകര സ്വർണം പൊട്ടിക്കൽ കേസിലെ ഉൾപ്പെടെ നിരവധി തട്ടിപ്പ് കേസിലെ പ്രതിയാണ് ചരൽ ഫൈസൽ. ഒപ്പം തന്നെ വളരെ അപകടകാരിയുമാണ്. പെരുമ്പാവൂർ അനസ്, അതായത് കേരളത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന കുപ്രസിദ്ധ കൊട്ടേഷൻ സംഘ തലവനായ പെരുമ്പാവൂർ അനസിന്റെ അടുത്ത അനുയായിയാണ്. ഇയാളെ ഇന്നലെ ആണ് അറസ്റ്റ് ചെയ്യുന്നത്. ഇന്നലെ മലപ്പുറത്ത് വെച്ചാണ് ചെർപ്പുളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതായത് വാഹനം വാഗ്ദാനം ചെയ്ത്, അതായത് ഇയാളുടെ സുഹൃത്തിന്റെ ഒരു താർ വാഹനം വാഗ്ദാനം ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത കേസിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ കുറെ കാലങ്ങളായി ഒളിവിലായിരുന്നു. നിരവധി കവർച്ചാ കേസിൽ പ്രതിയാണ്. രാമനാട്ടുകരയിൽ സ്വർണ്ണ കടത്ത് സംഘം ആയിട്ടുള്ള ഏറ്റുമുട്ടലും മറ്റു കാര്യങ്ങളിലെല്ലാം തന്നെ കേസുകളിലെല്ലാം തന്നെ സജീവമായി ഉണ്ടായിരുന്ന ആളാണ്. അതിൽ അയാൾക്കെതിരെ കേസുമുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കവർച്ചാ കേസിലും, മഞ്ചേരിയിൽ ഒരു കവർച്ചാ കേസിലും ഇയാൾക്ക് പങ്കുണ്ട്. എന്തായാലും നമുക്കറിയാം, ന്യൂസ് 18 കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പരമ്പര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇത്തരത്തിലുള്ള കൊട്ടേഷൻ സംഘങ്ങളെക്കുറിച്ച്. അവരുമായി അടുത്ത ബന്ധമുള്ള ആൾ കൂടിയാണ് ചെർപ്പുളശ്ശേരി നെല്ലായി ചരൽ സ്വദേശിയായ ഈ ഫൈസൽ. ആ ഫൈസലാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. എന്തായാലും ഫൈസലിന്റെ അറസ്റ്റ് ഈ കൊട്ടേഷൻ സംഘം അല്ലെങ്കിൽ ഈ ഒരു മാഫിയകൾക്കിടയിൽ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇയാൾ വിദേശത്തോ മറ്റോ ആയിരുന്നു എന്നാണ് സംശയിക്കുന്നത്. എന്തായാലും ഇയാളുടെ സംഘത്തലവനായ പെരുമ്പാവൂർ അനസ് ഇപ്പോൾ ദുബായിലുണ്ട്. ദുബായിൽ ഇരുന്നു കൊണ്ടാണ് ഇയാൾ കാര്യങ്ങൾ നോക്കുന്നത്. കേരളത്തിലെ കാര്യങ്ങളാണ് അനസ് ഈ ഫൈസലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. കൂടുതൽ അന്വേഷണം, ഇയാളുമായി ബന്ധമുള്ള അടുത്ത ആളുകളെ കൂടി വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ പോലീസിന്റെ വലയിൽ കുരുങ്ങുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. മുഖ്യമന്ത്രി വിളിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം നാളെ ചേരും. ഡിജിപിക്ക് പുറമെ ADGPമാരും പങ്കെടുക്കും. സമകാലിക പ്രശ്നങ്ങളും പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പും ചർച്ചയാകും. മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് യോഗം. ബാർകോഴ ആരോപണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. ബാറുടമ അനിമോന്റെ മൊഴി രേഖപ്പെടുത്തുകയാണ്. രഹസ്യ കേന്ദ്രത്തിൽ വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത്. ശബ്ദ സന്ദേശത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നും എന്താണ് പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിന് പിന്നിലെന്നും സംഘം അന്വേഷിക്കും. കുറവിലങ്ങാട് അനിമോന്റെ ബാറിലെത്തിയാണ് ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്തത്. ഏതാണ്ട് 11 മണിയോടുകൂടി തിരുവനന്തപുരത്തു നിന്നുള്ള സംഘം ഇവിടെ എത്തി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പിന്നീട് ഇവിടെ എത്തി ഏതാണ്ട് 3-4 മണിക്കൂറോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. ആദ്യം ക്രൈംബ്രാഞ്ച് സംഘവും ആണ് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. അവർ മാധ്യമങ്ങളുടെ പലതരത്തിലുള്ള ചോദ്യത്തിനും ഒന്നിനും മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. സമാനമായ സമയത്ത് മറ്റൊരു വാതിൽ കൂടി അനിമോനും ഇവിടെ നിന്ന് പോവുകയായിരുന്നു. എന്തായാലും സ്വാഭാവികമായും ഈ കേസിൽ അനിമോൻ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവന അനുസരിച്ച് ഇനി ഈ കേസിൽ മുന്നോട്ടുള്ള പോക്ക്, അതായത് ഗൂഢാലോചന അടക്കമുള്ള ആരോപണങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെ ഏതെങ്കിലും ഒരു നടപടിയിലേക്ക്, ഒരു കേസിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ വേണം അനിമോന്റെ കഴിഞ്ഞ ദിവസമുള്ള പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ. മാത്രവുമല്ല, ഇത് ബാർക്കോഴയ്ക്കല്ല, കെട്ടിട നിർമ്മാണ ഫണ്ട് എന്ന നിലയിലേക്ക് അനിമോനും നിലപാട് മാറ്റിയതോടെ ഇതൊരു FIR എടുത്ത ഒരു അന്വേഷണത്തിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ ഇപ്പോൾ പറയേണ്ടി വരും. എന്തായാലും ഇനി ഇടുക്കിയിലെ മറ്റ് ബാറുടമകൾ, പ്രത്യേകിച്ച് ഈ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള മറ്റ് ബാറുടമകളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്കും ക്രൈംബ്രാഞ്ച് സംഘം കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തു നിന്നുള്ള സംഘമാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ യാത്രയിൽ തന്നെ ഇത് മുഴുവൻ പൂർത്തിയാക്കി മടങ്ങി റിപ്പോർട്ട് നൽകാൻ ആണ് തീരുമാനമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിനിടെയാണ് ഇനി ഈ അനിമോന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഈ ക്രൈംബ്രാഞ്ച് സംഘം വ്യക്തമാക്കിയിട്ടില്ല. ഇനിയും ചോദ്യം ചെയ്യലുണ്ടാകുമോ എന്ന് സംബന്ധിച്ചുള്ള യാതൊരു വിവരവും
ലഭ്യമായിട്ടില്ല. എന്തായാലും ഈ പ്രാഥമിക ചോദ്യം ചെയ്യലെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഇതിൻ്റെ ഒരു അവലോകനം കൂടി നടത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഇനിയും ചോദ്യം ചെയ്യൽ വേണോ എന്ന കാര്യത്തിലടക്കം അന്തിമമായ ഒരു വ്യക്തത വരിക. അതേസമയം ബാർക്കോഴയിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം പ്രത്യക്ഷ പ്രതിഷേധത്തിലാണ്. നിയമസഭാ സമ്മേളനത്തിന് മുൻപ് തന്നെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനുള്ള ഒരുക്കങ്ങളും UDF തുടങ്ങി. അതേസമയം മദ്യനയത്തിൽ മാറ്റം വരുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ബാർ ഉടമകളിൽ നിന്ന് ഉദ്യോഗസ്ഥരും പണം പിരിക്കുകയാണ്. മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മന്ത്രിമാർ രണ്ടുപേരും പച്ചക്കള്ളം പറയുന്നു. ടൂറിസം ഡയറക്ടറുടെ പ്രസ്താവന പോലും പുറത്തുവിട്ടത് മന്ത്രിയുടെ ഓഫീസാണ്. അബ്കാരി നയം പരിശോധിക്കുന്നത് ടൂറിസം വകുപ്പാണോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. മന്ത്രിമാര് രണ്ടുപേരും പച്ചക്കള്ളം പറയുമെന്ന് ഞാൻ പറഞ്ഞു. രണ്ടു മന്ത്രിമാര് ഇങ്ങനെ ഒരു ആലോചനയും നടന്നിട്ടില്ല. മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ടൂറിസം ഡയറക്ടറുടെ സ്റ്റേറ്റ്മെന്റ് ഇറങ്ങുന്നത്. അപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അമിതമായി ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തി. ഇതെന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത്? അപ്പൊ ടൂറിസം ഡിപ്പാർട്ട്മെന്റ്, ടൂറിസം വകുപ്പ് അനധികൃതമായി ഇടപെട്ടു. മന്ത്രിമാര് പച്ചക്കള്ളം പറഞ്ഞപ്പോൾ, അത് പൊളിഞ്ഞപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നുണ പറയിപ്പിക്കുകയാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നുണ പറയിപ്പിക്കുക, അതാണ് ഇവിടെ നടക്കുന്നത്. ഇതിന്റെ പുറകിൽ ഒരു അഴിമതിയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാമെന്നാണ് ചർച്ച. ബാർക്കോഴ ഇടപാടുകൾ നടന്നത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ബിവറേജസ് ഔട്ട്ലെറ്റുകൾ സ്വകാര്യവൽക്കരിക്കാനടക്കം തീരുമാനമുണ്ടായി. മന്ത്രിസഭ തീരുമാനിച്ചാണോ ഇക്കാര്യം നടന്നതെന്ന് CPI വ്യക്തമാക്കണം. മുഖ്യമന്ത്രി മൌനം വെടിഞ്ഞ് സത്യം തുറന്നു പറയണം. ജുഡീഷ്യൽ അന്വേഷണം കൊണ്ട് കാര്യമില്ല. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നും K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മൗനം ഞെട്ടിപ്പിക്കുന്നതാണ്. കേരളത്തിൽ UDF ഭരണകാലത്ത് നടന്ന ബാർ കോഴയുടെ തനി ആവർത്തനമാണ് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ബാർ കോഴയുടെ വിശദ വിവരങ്ങൾ പുറത്തുവന്ന് 5 ദിവസം കഴിയുമ്പോഴും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഒരക്ഷരം സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. സർക്കാർ മദ്യനയം മാറ്റാൻ തീരുമാനിച്ചിരുന്നോ ഇല്ലയോ എന്ന് ആധികാരികമായി വ്യക്തമാക്കേണ്ട ആൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. നിലവിലുള്ള സർക്കാരിന്റെ മദ്യനയത്തിൽ മാറ്റം വരുത്തി പുതിയ തീരുമാനങ്ങൾ നടപ്പാക്കാൻ തങ്ങൾ തീരുമാനിച്ചിരുന്നോ ഇല്ലയോ എന്നെങ്കിലും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ജനങ്ങളോട് പറയേണ്ടതായിരുന്നു. എക്സൈസ് വകുപ്പിൽ താൻ ഇടപെട്ടുവെന്ന തരത്തിൽ നടക്കുന്ന പ്രചാരണത്തിന് മറ്റ് ചില അജണ്ടകളുണ്ടെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. എന്തുകൊണ്ട് എന്നെയിൽ വലിച്ചടക്കുന്നു എന്നുള്ളത് കൃത്യമായൊരു അജണ്ട ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നു. അപ്പോൾ അത് കാര്യങ്ങൾ വ്യക്തമാണ്. കാര്യങ്ങൾ ഇന്നലെ ടൂറിസം ഡയറക്ടറും കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, പിന്നെ മറ്റു ചിലരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനിപ്പോൾ എല്ലാത്തിനും മറുപടി ഒരു ദിവസം പറഞ്ഞതിന് വ്യത്യസ്തമായ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലല്ലേ പറയുക. എല്ലാ ദിവസവും രാവിലെ ഇപ്പോൾ മറുപടി പറയാൻ വേണ്ടി പറ്റുമോ? ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ പറയുന്നു ഞങ്ങൾ മദ്യനയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടില്ല. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉറപ്പിച്ച് പറയുക ചർച്ച നടന്നിട്ടുണ്ട്. അത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്നലെ KSU നടത്തിയ ചർച്ചയായിരിക്കും. പ്രാരംഭ ചർച്ചകൾ പോലും നടന്നിട്ടില്ലെന്ന എക്സൈസ് ടൂറിസം മന്ത്രിമാരുടെ പ്രസ്താവന തികഞ്ഞ സത്യപ്രതിജ്ഞാ ലംഘനമെന്ന് VM സുധീരൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ LDF ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ തകിടം മറിച്ചുകൊണ്ടാണ് പിണറായി സർക്കാർ മദ്യനയം തയ്യാറാക്കിയതും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും. മാപ്പർഹിക്കാത്ത ജനവഞ്ചനയാണ് ഇടതുമുന്നണി സർക്കാർ നടത്തിവരുന്നതെന്നും സുധീരൻ പറഞ്ഞു. സത്യം പുറത്തുവരണമെങ്കിൽ അതിന് CBI അന്വേഷണം അനിവാര്യമാണ്. UDF ആവശ്യപ്പെട്ടതുപോലെ ജുഡീഷ്യൽ അന്വേഷണവും നടത്തുന്നത് സർക്കാരിന്റെ അകത്തളങ്ങളിൽ നടന്ന കള്ളക്കളികൾ സമഗ്രമായി പുറത്തു കൊണ്ടുവരുന്നതിന് പ്രയോജനപ്പെടുത്തുമെന്നത് തീർച്ചയാണെന്നും സുധീരൻ പ്രസ്താവനയിൽ പറഞ്ഞു. നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ചു പോലീസ്. മുഖ്യപ്രതി സജിത്തുമായി നിരന്തരം ഇടപാടുകൾ നടത്തിയ ഒരു കമ്പനിയും നിരീക്ഷണത്തിലാണ്. അവയവ കച്ചവടം നടത്തുന്ന പ്രധാനികൾക്ക് കമ്പനിയുമായി ബന്ധമുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. കമ്പനിയുടെ ഇടപാടുകളെല്ലാം അന്വേഷണ സംഘം പരിശോധിക്കും. അതേസമയം ഇയാളുടെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. അതിനിടെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി സജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് നെടുമ്പാശ്ശേരി പോലീസ്.
അവയവക്കടത്ത് കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. തമിഴ്നാട്ടിലും അതേസമയം തന്നെ ഹൈദരാബാദിലും പോലീസ് സംഘങ്ങൾ അന്വേഷണം നടത്തിയിരിക്കുന്നത്. ഹൈദരാബാദിലുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. തമിഴ്നാട്ടിൽ നടത്തിയ അന്വേഷണം കോയമ്പത്തൂരും ചെന്നൈയും കേന്ദ്രീകരിച്ച് എന്നിവിടങ്ങളിൽ അന്വേഷണം നടത്തി സംഘം തിരിച്ചു വന്നിരിക്കുന്നു. കൂടുതലും ദരിദ്രരായവരെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ അവയവ മാഫിയ പ്രവർത്തിച്ചിരുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് കൂടുതൽ സ്ത്രീകളുമാണ് എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ അവയവ ദാതാക്കളെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിൽ ഏറിയ പങ്കും ഇതര സംസ്ഥാനക്കാരാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ അവരിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇതുവരെ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം പലതും വ്യാജ വിലാസങ്ങൾ നൽകിയാണ് ഈ രീതിയിൽ പ്രവർത്തിച്ചിരുന്നത് എന്നത് വ്യക്തമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യ പ്രതിയായി കരുതപ്പെടുന്ന ആൾ ഇറാനിൽ തന്നെ തുടരുകയാണ്. മധു അടക്കമുള്ള മലയാളികൾ ഈ സംഘത്തിൽ ഉണ്ട്. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ഇവിടെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള സജീഷ് ശ്യാമിന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ വരും ദിവസങ്ങളിൽ തന്നെ പോലീസ് സംഘം നൽകുന്നുണ്ട്. ഇയാളെ കൂടി കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. കൂടുതൽ പേരെക്കുറിച്ചുള്ള വിവരങ്ങൾ സംഘത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഇതിൽ മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിലും ചില ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന സംശയം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ചിലരെയും ഈ ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു. ഒരു യുവതി അടക്കമുള്ളവരെ ചോദ്യം ചെയ്തിരുന്നു. ഇവരെക്കുറിച്ചും കൂടുതൽ വിശദാംശങ്ങൾ തേടിക്കൊണ്ടുള്ള അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. മന്ത്രിയുടെ പേര് പറഞ്ഞും അവയവ തട്ടിപ്പ്. അവയവദാതാവും സ്വീകരിക്കുന്നയാളും മന്ത്രി സജി ചെറിയാന്റെ PAയുടെ പരിചയക്കാരെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയെന്നാണ് ആക്ഷേപം. കൊച്ചിയിലെ അവയവ തട്ടിപ്പിനിരയായ യുവതിയും ഏജന്റ് ഷൈനും തമ്മിലുള്ള സംഭാഷണം ന്യൂസ് 18 ലഭിച്ചു. യുവതിക്കെതിരെ ആശുപത്രി അധികൃതർക്ക് പരാതി നൽകിയത് മന്ത്രിയുടെ PAയ്ക്കൊപ്പം എത്തിയവരാണെന്ന് പറഞ്ഞ് ഏജന്റ് ഭീഷണിപ്പെടുത്തിയെന്ന് യുവതി പറയുന്നു. ഇത്തരത്തിൽ ഉന്നതരുടെ പേരുപയോഗിച്ച് വ്യാപകമായി അവയവ തട്ടിപ്പ് നടക്കുന്നതായാണ് ആക്ഷേപം. എന്നാൽ അവയവ ഏജന്റ് പറയുന്ന പേരുള്ള ആരും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലില്ല എന്ന് മന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചു. മന്ത്രി ചെറിയാന്റെ കെയർ ഓഫിൽ വന്നതാണ് അവള്. മന്ത്രി ചെറിയാന്റെ കെയർ ഓഫിലുള്ള പേഷ്യന്റിന്റെയാണോ? ഷാച്ചന്റെ പേഷ്യന്റ് മന്ത്രി ചെറിയാനാണോ അതോ മന്ത്രി ചെറിയാൻ സജി ചെറിയാൻ അല്ലേ? സജി ചെറിയാന്റെ റിലേറ്റീവ്സ് ആണ്. അവൾ ആ അഹങ്കാരത്തോടുകൂടി എന്നോട് സംസാരിക്കണത്. എന്റെ പൊന്നിയേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഷാജിയുടെ അടുത്ത് നിന്ന് പണിക്കുന്ന ഇറങ്ങിയെന്ന ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്. അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. കാരണം ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഇറങ്ങി. ഇല്ലടാ, അപ്പൊ ഞാൻ അല്ലടാ അവൾ അല്ല അതെടുത്ത് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ വരുന്നത്. എടാ, ആ പെണ്ണുമ്പുള്ളയല്ലേ നിന്റെ ഇടയ്ക്ക് വന്ന് കംപ്ലൈന്റ് കംപ്ലൈന്റും പറഞ്ഞേച്ചും എനിക്കെതിരെ കംപ്ലൈന്റ് പരാതിയൊക്കെ കൊടുപ്പിക്കാനായിട്ടുള്ള ഫസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ അവർക്കെതിരെയല്ലേ ഞാനൊരു കേസ് കൊടുക്കേണ്ടത് ആദ്യമേ. അപ്പൊ അവൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നത് എന്താന്നത്? ഞാൻ മന്ത്രി സജി ചെറിയാന്റെ ഇതിൽ വന്നാണ് ഏതറ്റം വരെയും ഞാൻ പോകൂടിയെന്ന്. അതാണ് ഞാൻ ചോദിച്ചത്. അവള് മന്ത്രി ശരിക്കും ശരിയാണോ? മന്ത്രി സജി ചെറിയാന്റെ കെയർ ഓഫിലുള്ള ആണോ? ഉറപ്പാണോ? നമ്മള് കേസിന് പോയാ വിജയിക്കൂലപ്പ. ശരിക്കും റിലേഷൻ ആണോ അതോ ഇങ്ങനെ പേരിൽ എന്തെങ്കിലും ഒരു? അവരുടെ ഡോണറായിട്ടാണ് ആര്? മന്ത്രി സജി ചെറിയാന്റെ ഡോണറായിട്ടാണ് ഇവര് വന്നത്? ആണോ? പേഷ്യന്റ് അല്ല, ഈ ഡോണറാണ് അവരുടെ ഇതിൽ വന്നത്. ഓ, അവരുടെ പേഷ്യന്റും ആണ് അവര് കൊണ്ടുവന്ന ഡോണറും ആണ്. രണ്ടും അവര് കൊണ്ടുവന്നത് തന്നെയാണ് സജി ചെറിയാൻ. അവയവദാനവുമായി ബന്ധപ്പെട്ട് നമ്മോട് തുറന്നു പറച്ചിൽ നടത്തിയ സ്ത്രീ കഴിഞ്ഞ ദിവസം അവരുടെ ജോലി കളയാൻ തക്കതായ പരാമർശവുമായി അല്ലെങ്കിൽ പരാതിയുമായി ബന്ധപ്പെട്ട് ഉന്നതരുടെ പേരുകൾ കൂട്ടിച്ചേർത്ത് വായിച്ചാണ് ഈ പരാതി ഈ ആക്ഷേപം നമ്മുടെ മുന്നിൽ ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഏജന്റ് മന്ത്രി സജി ചെറിയാന്റെ PAയുടെ കെയർ ഓഫിൽ വന്ന രോഗിയും ഡോണറുമാണ് ഇവർക്കെതിരെ ആശുപത്രിയിൽ പരാതി നൽകിയത് എന്ന ഫോൺ സംഭാഷണം നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഈ ഫോൺ സംഭാഷണത്തിൽ കൃത്യമായി പറയുന്നുണ്ട് സജി ചെറിയാന്റെ PA ഫിലിപ്പിന്റെ കെയർ ഓഫിലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശുപാർശയോട് കൂടിയാണ് ഈ ഡോണറും പേഷ്യന്റും ആശുപത്രിയിലെത്തിയത്. ഇവർ നൽകിയ പരാതിയിന്മേലാണ് ഈ സ്ത്രീക്കെതിരെ ഈ സ്ത്രീയുടെ ജീവനക്കാരിയുടെ ജോലി പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് എന്ന് കഴിഞ്ഞ ദിവസം ആശുപത്രി അധികൃതർ തന്നെ വ്യക്തമാക്കിയിരുന്നു.
ഈ ഒരു സാഹചര്യത്തിൽ ഇത് വ്യക്തമായി നമ്മളുടെ അന്വേഷണത്തിൽ വ്യക്തമായത് സജി ചെറിയാന്റെ പേഴ്സണൽ സ്റ്റാഫുകളിലോ PA-യിലോ ഫിലിപ്പ് എന്ന പേരായ ഒരാളില്ല. അല്ലെങ്കിൽ ഇവർ ആരോപിക്കുന്ന ഇങ്ങനെ ഒരു വ്യക്തി ആ പേഴ്സണൽ സ്റ്റാഫുകളുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ആ PA-മാരുടെ കൂട്ടത്തിലോ ഇല്ല എന്ന് വ്യക്തമാണ്. അത് നമ്മൾ വ്യക്തമാക്കിയതുമാണ്. അതേസമയം ഇത്തരത്തിൽ ഉയർന്ന ആളുകളുടെ പേരുകൾ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിലൂടെ തങ്ങൾക്ക് ഏജന്റുമാർക്ക് ഉയർന്ന ബന്ധങ്ങളാണുള്ളതെന്നും ഇതുമായി ബന്ധപ്പെട്ട് അവയവദാനവുമായി ബന്ധപ്പെട്ട് വരുന്ന സാധുജനങ്ങളെ ഇത്തരത്തിൽ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി കേസിന് പോയാൽ നിങ്ങൾക്ക് ജയിക്കാനാവില്ല, അവർ വലിയ ആളുകളാണ്, അല്ലെങ്കിൽ വലിയ ആളുകളുടെ പിന്തുണയോട് കൂടിയിട്ട് വരുന്ന ആളുകളാണ് എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ എന്നുള്ള തരത്തിലുള്ള ബോധ്യപ്പെടുത്തലുകൾ ഇവർക്കിടയിൽ ഉണ്ടാകുന്നത് വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ഇത്തരത്തിൽ അവയവ മാഫിയ ഉയർന്ന ബന്ധങ്ങൾ കാട്ടി മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുകയും അതല്ലെങ്കിൽ തങ്ങളുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഉയർന്ന ബന്ധങ്ങളുടെ പേരുകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് വ്യക്തമാക്കുന്ന അതല്ലെങ്കിൽ ഇവർ ഈ ഏജന്റുമാർ പറയുന്ന കളവുകൾ പൊളിച്ചെഴുതാൻ കഴിയുന്ന തരത്തിലുള്ള സൂചനകളാണ് നമ്മൾ ഇന്ന് പുറത്തുവിട്ടത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ ഒരു അവയവദാനം നടത്തിയ സ്ത്രീ അവരുടെ പണം കൈപ്പറ്റാൻ വേണ്ടി പിന്നീട് സഹിക്കേണ്ടി വന്ന ദുരനുഭവങ്ങളും നമ്മളോട് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ഈ പണം കിട്ടാൻ വേണ്ടി പിന്നീട് 12ഓളം ആളുകളെ അവർക്ക് ഡോണർമാരെ കാട്ടിക്കൊടുക്കേണ്ടി വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇങ്ങനെ ഈ ശൃംഖല വലിയ ഒരു ശൃംഖലയാണ് നമുക്ക് ചുറ്റും സാധുജനങ്ങളായ ആളുകളെ അല്ലെങ്കിൽ സാമ്പത്തിക പരാധീനതകളുള്ള ആളുകളെ തേടി എത്തുന്നത് വലിയ കെണിയാണ് എന്ന് ഇതിനുള്ള തെളിവാണ് ഈ നമ്മളോട് നടത്തിയ അവയവദാതാവ് നടത്തിയ വെളിപ്പെടുത്തലുകൾ. മോഡലുകളെ ഉപയോഗിച്ചുള്ള ലഹരിക്കടത്ത് സംസ്ഥാനത്ത് സജീവമെന്ന് വെളിപ്പെടുത്തൽ. വലിയ സ്വപ്നങ്ങളുമായി മോഡലിംഗ് രംഗത്തെത്തുന്ന യുവതീ യുവാക്കളെ ചതിയിൽപ്പെടുത്തിയാണ് ലഹരി മാഫിയയുടെ നീക്കങ്ങൾ. അശ്ലീല ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് ലഹരിക്കടത്തിന് നിർബന്ധിക്കുന്നത്. ബംഗളൂരുവിൽ നിന്നെത്തിയ മാരക ലഹരി വസ്തുക്കൾ കാസർഗോഡ് വഴി കൊച്ചിയിലെ മോഡലിംഗ് രംഗത്തെത്തുന്നെന്ന് മോഡലിംഗ് രംഗത്തുള്ളവരും വെളിപ്പെടുത്തുന്നു. സംസ്ഥാനത്ത് ലഹരി മാഫിയ സംഘം പിടിമുറുക്കിയിട്ട് കാലങ്ങളേറെയായി. കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ഉദാഹരണം നമ്മൾ പറയുമ്പോൾ കൊച്ചിയിൽ പെൺകുട്ടികളടക്കം മോഡലിംഗ് രംഗത്തുള്ള പെൺകുട്ടികളടക്കം ഈ ലഹരി മാഫിയ സംഘത്തിന്റെ പിടിയിലാകുന്നതാണ് കാണാൻ സാധിച്ചത്. സംസ്ഥാനത്തെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചും പോർവിളിച്ചും പരിഹസിച്ചും പരസ്യമായി തന്നെ ഇവർ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുകയാണ്, ഒപ്പം തന്നെ വിറ്റഴിക്കുകയാണ്. എങ്ങനെയാണ് മോഡലിംഗ് രംഗത്തേക്ക് ഈ ലഹരി വസ്തുക്കൾ എത്തുന്നത്? വൻ ഓഫറുകൾ നൽകിയാണ് മോഡലിംഗ് കമ്പനികൾ യുവതി യുവാക്കളെ ചതിയിൽപ്പെടുത്തുന്നത്. ലഹരി ഇടപാടുകൾ തിരിച്ചറിയുമ്പോഴേക്കും പലർക്കും പിന്നീട് ഇത് ഉപേക്ഷിക്കാൻ കഴിയാത്ത വിധം പിടിയിലായി കഴിയും. മോഡലിംഗ് രംഗത്തേക്കുള്ള യുവതലമുറയുടെ താല്പര്യത്തെ ചൂഷണം ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. ഒരു മോഡലിന്റെ ക്വാളിറ്റി നോക്കുക, ഇല്ലെങ്കിൽ ഒരു ഫ്രഷറായിട്ട് വരുന്ന ഒരു കുട്ടിയുടെ ക്വാളിറ്റി നോക്കാതെ അവർ എടുക്കുകയും പിന്നെ അതിലേക്ക് മറ്റുള്ള കുട്ടികളും ചെന്ന് ചാടുകയാണ് ചെയ്യുന്നത്. നാണക്കേട് കൊണ്ട് ചിലപ്പോൾ അവർ പറയത്തില്ലായിരിക്കും. കാരണം അവർ ചിലപ്പോൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവുകയും നല്ലൊരു ജോലിയായിട്ട് പോകുന്നതായിരിക്കും. ചെന്ന് ഇതേപോലെ പെട്ട കാര്യം അവർ പറയത്തില്ലായിരിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, വലിയൊരു മോഡലാവണം എന്ന് ആഗ്രഹിച്ച് വരുന്ന കുട്ടികളായിരിക്കാം. മോഡലുകളെ ഉപയോഗിച്ച് വിദേശത്തു നിന്നുള്ള സ്വർണ്ണക്കടത്തും വ്യാപകമാണ്. മോഡലിംഗിനായി എത്തുന്ന പലരും പിന്നീട് ഈ സംഘങ്ങളുടെ പിടിയിൽ അമരുന്നു എന്നതാണ് വസ്തുത. ഡ്രഗ് മാത്രമല്ല, ഗോൾഡ് ഉൾപ്പെടെ കടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പല മോഡലിംഗ് കമ്പനീസും കടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നെ വരെ സമീപിച്ചിട്ടുണ്ട്. ഇതേപോലെ 10-15 മോഡൽസിനെ ആയിട്ട് നിനക്ക് ദുബായ് വരെ വരാൻ പറ്റുമോ, നിനക്ക് അവിടെ ഷോസ് ഞാൻ ഒരുക്കി തരാം, അതേപോലെ തന്നെ പക്ഷെ നിന്റെ കൂടെ വരുമ്പോൾ നിന്റെ കയ്യിൽ കുറച്ച് ലഗേജ് കാണും, അത് നീ അവിടെ ഒരു ഏജന്റ് ഉണ്ട് എത്തിക്കണമെന്ന്. ഞാൻ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, ഏജന്റിന് എത്തിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പെൺകുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമം മോഡലിംഗ് രംഗത്ത് വ്യാപകമാണ്. പലരും വിവരങ്ങൾ പുറത്തു പറയാത്തത് ഭീഷണി കാരണമാണ്. കൊച്ചിയിലെ പല മോഡലിംഗ് സ്ഥാപനങ്ങൾക്കും രജിസ്ട്രേഷനും നടന്നിട്ടില്ല. നിയമവ്യവസ്ഥകൾ കാറ്റിൽ പറത്തിയാണ് പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നതെന്നുമാണ് വിവരം. ഈ മോഡലിംഗ് കമ്പനീസ്, അതായത് കേരളത്തിൽ ഒരു 200 അടുപ്പിച്ചോളം മോഡലിംഗ് കമ്പനീസ് ഉണ്ട്. ഒരൊറ്റ കമ്പനിക്ക് പോലും രജിസ്ട്രേഷൻ പോലും ഇല്ലാതെയാണ് മോഡലിംഗ് കമ്പനീസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഒരു ക്വാളിറ്റി പോലും ഇല്ലാത്ത കുറേ മോഡൽസിനെയാണ് ഈ കമ്പനീസിലോട്ട് വിളിച്ചു വരുത്തുന്നത്. അതിൽ തന്നെ കാണും ചില ലഹരി മാഫിയ സംഘത്തിലുള്ള ആൾക്കാർ ഇതിൽ കാണും. ഈ ഒരാൾ മതി, ഈ ക്യാൻസർ പോലെ പടർന്നു പിടിക്കാൻ ഒരാൾ മതി. ഇക്കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച മോഡലിംഗ് കമ്പനികളിൽ പരിശോധന നടത്തണമെന്നും നിരീക്ഷണം ശക്തമാക്കണമെന്ന ആവശ്യവുമാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
തന്റെ വീട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിരുന്ന് കൊടുത്തിട്ടില്ലെന്ന് തമ്മനം ഫൈസൽ ന്യൂസ് 18നോട്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സാബുവുമായി യാതൊരു ബന്ധവുമില്ല. ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ തന്റെ ശത്രുക്കളാണെന്നും ഏത് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണെന്നും ഫൈസൽ പറഞ്ഞു. സംഭവം ഇവിടെ ഇല്ല, അങ്ങനെ ഒരു വിരുന്നും കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. അതായത് 3 പേര് വന്നിരുന്നു. അവര് വന്ന് ഒരു മിനിറ്റ് പോലെ അവര് വന്ന് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പോലീസ് വണ്ടി വന്നിട്ട് പറഞ്ഞ് 3 പേരോടും വരാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു നീ സ്റ്റേഷനിലോട്ട് വന്നോളാൻ പറഞ്ഞു. ഞാൻ സ്റ്റേഷനിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നപ്പോ എന്നോട് ആലുവയിലെ ടർബോന്റെ സിനിമക്ക് പോയി എന്റെ കഥയാണ് ചോദിച്ചത്. എന്താ അപ്പൊ ഞാൻ പറഞ്ഞു സിനിമക്ക് പോകാൻ പറ്റില്ലേ സാറേ. ഞാൻ സിനിമക്ക് പോയി, ഞാൻ എന്റെ ഫാമിലി ആയിട്ട് പോയി സിനിമക്ക് പോയിട്ട് വന്നു. അവിടെ കേക്കൊക്കെ മുറിക്കണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ എടുക്കണ്ട, ആ വീഡിയോയിൽ നമ്മൾ വിട്ടു. അതാണ് ഇവിടുത്തെ സീൻ. അത് ചോദിച്ചു, അത് കഴിഞ്ഞ് എന്നോട് വിട് പോയിക്കോളാനും പറഞ്ഞു. വേറൊരു കാര്യം ചോദിക്കുകയോ ഒപ്പിടുകയോ ഒന്നും ചെയ്തല്ലോ. ഇവിടെ ഒരു DSP വന്നിട്ടുമില്ല. എനിക്കറിയാൻ പാടില്ല ഇത് പോലീസുകാരാണെന്ന്. സാധാരണ ഒരു ഡ്രസ്സിലാണ് വന്നത്. എന്താ എനിക്കങ്ങനെ പോലീസുകാരായിട്ട് ഞാൻ അങ്ങനെ പോവാറുമില്ല. എന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കാറുമില്ല. ഞാൻ കേസുകൾ ഉണ്ടാക്കിയാലാണല്ലോ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുള്ളൂ. ഞാൻ കേസുകൾ നിൽക്കാറുമില്ല. എന്നെ അങ്ങനെ ഈ അങ്കമാലി സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചില്ല. ഇത് ആദ്യമായിട്ടുള്ള സംഭവമാണ്. ഇത്ര നാള് ഞാനിപ്പോ ഇവിടെ അങ്കമാലി താമസിക്കാൻ തുടങ്ങിയിട്ട് 8 കൊല്ലമായി. 8 കൊല്ലത്തിൽ ആദ്യമായിട്ടാണ് എന്നെ വിളിപ്പിച്ചേക്കണത്. ഞാൻ ചെല്ലുകയും ചെയ്തു. നമ്മള് നിയമപാലകരെ അനുസരിക്കണമല്ലോ. നമ്മൾ വിളിച്ചപ്പോ തന്നെ ചെന്നു, അത് ചോദിച്ചു, അതിന് ഉത്തരം നമ്മ പറഞ്ഞു. ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ പോലീസുകാർക്ക് വിരുന്ന് നൽകിയ സംഭവം അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അത് തനിക്കെതിരെ ശത്രുക്കൾ നടത്തുന്ന അപവാദ പ്രചാരണമാണെന്ന് തമ്മനം ഫൈസൽ ന്യൂസ് 18നോട് പ്രതികരിച്ചിരിക്കുന്നു. സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സംഭവം തന്നെ നിഷേധിച്ചുകൊണ്ട് ഗുണ്ടാ നേതാവിന്റെ പ്രതികരണം വരുന്നത്. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും തമ്മിലുള്ള തർക്കം ഏറ്റുപിടിച്ച് KSU നേതാക്കൾ. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിനെതിരെ രൂക്ഷ വിമർശനവുമായി സസ്പെൻഷനിലായ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ രംഗത്ത് വന്നു. KPCC നേതൃത്വവുമായി കൂടിയാലോചനകൾ നടത്താതെയാണ് ക്യാമ്പ് നടത്തിയതെന്നും ഇതിനെ ചോദ്യം ചെയ്തതാണ് തനിക്കെതിരായ പ്രകോപനത്തിന് കാരണമെന്നും അനന്തകൃഷ്ണൻ പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് മുൻപ് ഇടവേള. Climax Counting Day co-presented by Berger Paints 100 years of trust. Educational partners IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce ലക്ഷ്യ. Join Indian Institute of Commerce ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University Kochi. Be the change, be the future with Jain deemed to be University Kochi. Special partner Ajmi's teammate പുട്ടുപൊടി. വിളമ്പാം നല്ല വിശേഷം. അവസാനം റിട്ടയർമെന്റിലേക്ക് കടക്കാനിരിക്കുകയാണ്. ഇത്തരത്തിലൊരു സ്വീകരണം ഗുണ്ടകൾ ഒരുക്കിയ ഒരു സ്വീകരണം ഏറ്റുവാങ്ങുകയും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറ്റു നടപടികളിലേക്ക് ശരണ്യ, ഈ പോലീസുകാരും ഗുണ്ടകളും ഒക്കെ തമ്മിൽ ബന്ധമുണ്ട് എന്ന കാര്യം പരസ്യമായ രഹസ്യമാണ്. പലർക്കും അത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. പക്ഷേ ഇതിപ്പോൾ വലിയ വിവാദമായി ഗുണ്ടാവിളയാട്ടം മാറുകയും ഓപ്പറേഷൻ ആഗ് എന്ന പേരിൽ ഗുണ്ടകളെ സെർച്ച് ചെയ്ത് പോലീസ് സംസ്ഥാനത്തുടനീളം നടക്കുകയും അത്തരം ഒരു ഓപ്പറേഷൻ നടക്കുകയും ചെയ്ത സമയത്താണ് ഈ വിരുന്നിൽ പങ്കെടുത്തത് എന്നത് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിനാകെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായി തന്നെ ഇതിനെ കാണണം. അവിടെ കൃത്യമായ നടപടികളിലേക്ക് അധികൃതർ നീങ്ങുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ?
ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി കർശനമായ നടപടിക്രമങ്ങളിലേക്ക്, വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിനകത്ത് ഒരു തർക്കവുമില്ല. എന്തായാലും അതിന്റെ മുന്നോടിയായാണ് ഇപ്പോൾ 3 പോലീസുകാർക്ക് സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഇത് സംബന്ധിച്ച് ഇപ്പോൾ ആലുവ റൂറൽ എസ് നേതൃത്വത്തിൽ ഈ ഡിവൈഎസ്പി ഈ ഇത്തരത്തിലൊരു ഗുണ്ടകൾ ഒരുക്കി വിരുന്നിൽ പങ്കെടുത്തത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവിക്ക് ഡിവൈഎസ്പി സസ്പെൻഷൻ സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് മുകളിൽ നിന്നുള്ള നിർദ്ദേശാനുസരണം വേണം കാര്യങ്ങൾ കൈക്കൊള്ളാൻ. എന്തായാലും ഇത് സംബന്ധിച്ച വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമായിരിക്കും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിന്റെ തുടക്കമെന്നോണം തന്നെയാണ് ഇപ്പോൾ 3 പേർക്ക് സസ്പെൻഷൻ വന്നിരിക്കുന്നത്. ഗുണ്ടകളെ തപ്പി പോലീസ് നാട് നീടെ അലയുമ്പോൾ ഈ ഗുണ്ടയുടെ വിരുന്നിൽ തന്നെ പോലീസ് പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് അങ്കമാലിയിൽ തമ്മനം ഫൈസലിന്റെ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായ തമ്മനം ഫൈസലിന്റെ വീട്ടിൽ ആലപ്പുഴ ഡിവൈഎസ്പിക്കും മറ്റ് 3 പോലീസ് ഉദ്യോഗസ്ഥർക്കും തമ്മനം ഫൈസലിന്റെ വക വിരുന്നൊരുക്കിയിരിക്കുന്നത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടി അങ്കമാലി SIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഓപ്പറേഷൻ ആഗുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധനയുടെ ഭാഗമായാണ് തമ്മനം ഫൈസലിന്റെ വീട്ടിലെത്തുകയും ഇവിടെ എത്തിയപ്പോഴാണ് ഈ ഡിവൈഎസ്പി അടക്കമുള്ള ഡിവൈഎസ്പിയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ ഉണ്ടെന്ന വിവരം ഈ അങ്കമാലി പോലീസിന് വ്യക്തമായത്. പിന്നീട് തമ്മനം ഫൈസലിനോട് കാര്യങ്ങൾ ചോദിച്ച് ഒപ്പുശേഖരണം നടത്തി തിരിച്ചു പോവുകയായിരുന്നു. ഈ സമയം ഈ പോലീസ് ഉദ്യോഗസ്ഥർ അങ്കമാലി പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയപ്പോൾ ഡിവൈഎസ്പി ശുചിമുറിയിൽ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു. പിന്നീട് ഈ പോലീസ് സംഘം പോയതിനു ശേഷമാണ് അദ്ദേഹം ആ വീട് വിട്ടതെന്നാണ് വിവരം. എന്തായാലും അങ്കമാലി പോലീസ് ഡിവൈഎസ്പി തന്നെക്കാൾ ഉയർന്ന റാങ്ക് മദ്യനയത്തിൽ മാറ്റം വരുത്തുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് ചീഫ് സെക്രട്ടറി വി വേണു. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്ന ചർച്ചകളെ തെറ്റായി വ്യാഖ്യാനിച്ചെന്നും ഡ്രൈ ഡേ വഴി കോടികൾ നഷ്ടമാകുന്നുവെന്ന വിഷയം യോഗങ്ങളിൽ ഉന്നയിക്കപ്പെട്ടെന്നും ചീഫ് സെക്രട്ടറി സ്ഥിരീകരിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ ചേരുന്നു. അരുൺ, ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഈ രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നു എന്ന തരത്തിലാണ് തുടക്കം മുതലേ വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. ഏത് തരത്തിലുള്ള ഒരു വിശദീകരണമാണ് ഈ വാർത്തകൾ നിഷേധിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന്? വാർത്തകൾ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ചീഫ് സെക്രട്ടറി. മദ്യനയത്തിൽ മാറ്റം വരുത്താൻ പോകുന്ന തരത്തിലുള്ള പ്രചരിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. സംസ്ഥാനത്ത് ഡ്രൈ ഡേ ഒഴിവാക്കുന്നതിനായി മദ്യനയത്തിൽ മാറ്റം വരുത്താൻ സർക്കാർ ആലോചിച്ചിട്ടില്ല. സംസ്ഥാനത്തിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം നടന്ന ചർച്ചകളെയാണ് തെറ്റായി വ്യാഖ്യാനിക്കുന്നത് എന്ന് ഡോക്ടർ വി വേണു ചീഫ് സെക്രട്ടറി അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയും ഭരണപരമായ കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ചാണ് മാർച്ച് 1 ചീഫ് സെക്രട്ടറി നേതൃത്വത്തിൽ സെക്രട്ടറിമാരുടെ യോഗം ചേർന്നത്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി കുറഞ്ഞതിന്റെ അനന്തരഫലങ്ങൾ ഉൾപ്പെടെ കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. അത്തരം കാര്യങ്ങൾ മറ്റു പല കാര്യങ്ങളിലും, അതായത് സർക്കാരിന്റെ കേസുകൾ മെച്ചപ്പെടുത്തി നടത്താൻ നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വന്നു. ഇക്കാലത്ത് വിശദമായ ചർച്ചകളും ആലോചനകളും ആവശ്യമാണെന്നും എല്ലാ സെക്രട്ടറിമാരും ആശയങ്ങൾ നിർദ്ദേശിക്കാനും അന്നത്തെ യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ഭാവിയിൽ കൂടുതൽ ചർച്ചകൾക്കായി വിവിധ മേഖലകളും വിഷയങ്ങളും ഈ യോഗത്തിൽ കണ്ടെത്തി. അതിന്റെ കൂട്ടത്തിലാണ് സംസ്ഥാനത്ത് എല്ലാ മാസവും 1-ാം തീയതി ഡ്രൈ ഡേ ആചരിക്കുമ്പോൾ വർഷത്തിൽ 12 ദിവസം മദ്യവിൽപ്പന ഇല്ല എന്നതിനപ്പുറം ടൂറിസം മേഖലയിലും മറ്റു മേഖലകളിലും സംഘടിപ്പിക്കുന്ന ദേശീയവും അന്തർദേശീയവുമായ യോഗങ്ങൾ, യാത്രകൾ, കോൺഫറൻസുകൾ എന്നീ ബിസിനസ് സാധ്യതകൾ സംസ്ഥാനം നഷ്ടപ്പെടുന്നു എന്ന വിഷയം ഉന്നയിക്കപ്പെട്ടത്. അതുവഴി സംസ്ഥാനത്തുണ്ടാകുന്ന നഷ്ടം എത്രയെന്ന് വസ്തുനിഷ്ഠപരമായി വിലയിരുത്തണമെന്ന നിർദ്ദേശമാണ് ഇതിനുശേഷം യോഗത്തിന് ശേഷം നൽകിയത്. അത്തരം കാര്യങ്ങൾ ടൂറിസം മേഖലയിലെ വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ടൂറിസം ഡയറക്ടർ സ്ഥിരമായി യോഗം ചെയ്യാറുള്ളതാണ്. അവരുടെ അഭിപ്രായങ്ങൾ ലഭ്യമാക്കി അത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പതിവാണ്. ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന ആവശ്യം വ്യവസായം, ടൂറിസം മേഖലകളിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഭാഗത്ത് വളരെ മുമ്പ് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. എക്സൈസ് വകുപ്പും ഇതുമായി ചർച്ച ചെയ്തതിന്റെ അപ്പുറത്തേക്ക് ഡ്രൈ ഡേ ഒഴിവാക്കാൻ സംസ്ഥാനം തീരുമാനമെടുത്തിട്ടില്ല. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ഉള്ള നടപടികൾ മാത്രമാണ് ആലോചിച്ചത് എന്നാണ് ചീഫ് സെക്രട്ടറി പറയുന്നത്. സെക്രട്ടറിമാരുടെ പ്രതിമാസ യോഗത്തിൽ ചീഫ് സെക്രട്ടറി നൽകിയ നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥരുടെ കടമയുടെ ഭാഗമായാണ് അവർ ചർച്ച ചെയ്തത്. ഇതിനെയാണ് ദുരുപദിഷ്ടിതമായി വ്യാഖ്യാനിച്ച് മദ്യനയത്തിൽ മാറ്റം വരുത്താൻ പോകുന്നു എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം. കഴിഞ്ഞ ദിവസം ടൂറിസം ഡയറക്ടറും ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണക്കുറിപ്പ് ഇറക്കിയിരുന്നു. അത്തരം ഒരു ചർച്ചയും ഒരു തരത്തിലും സർക്കാർ നടത്തിയിട്ടില്ല എന്ന വാദമാണ് ഇപ്പോഴും സർക്കാർ ഉന്നയിക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വവും അതേ നിലപാടാണ് സ്വീകരിക്കുന്നത്. മദ്യനയത്തിൽ മാറ്റം വരുത്താൻ ഒരു തരത്തിലും ചർച്ചകളോ അല്ലെങ്കിൽ തീരുമാനമോ ഉണ്ടായിട്ടില്ല എന്നാണ് സർക്കാരിന്റെയും അതുപോലെ തന്നെ ഇടതുമുന്നണി നേതൃത്വത്തിന്റെയും വിശദീകരണം. മദ്യനയത്തിൽ ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം. നയത്തിൽ മാറ്റം വരുത്തിയെന്ന വാർത്ത തെറ്റാണെന്ന് ചീഫ് സെക്രട്ടറിയുടെ
പ്രതികരണം. ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ BJP സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണ ഒടുവിൽ കീഴടങ്ങുന്നു. ജർമ്മനിയിൽ നിന്ന് മെയ് 31 ബംഗളൂരുവിലെത്തി SITക്ക് മുൻപാകെ ഹാജരാകുമെന്ന് പ്രജ്വൽ വ്യക്തമാക്കി. കഴിഞ്ഞ ഏപ്രിൽ 17 മുതൽ പ്രജ്വൽ ഒളിവിലാണ്. പ്രജ്വലിന്റെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കാൻ വിദേശകാര്യ മന്ത്രാലയം നടപടി സ്വീകരിച്ചതോടെയാണ് കീഴടങ്ങാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. തന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കാൻ ഗൂഢാലോചന നടത്തിയെന്നും പ്രജ്വൽ ആരോപിച്ചു. നിയമ പോരാട്ടം നടത്തി സത്യം തെളിയിക്കുമെന്നും ജുഡീഷ്യറിയിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും പ്രജ്വൽ പറഞ്ഞു. മദ്യനയക്കേസിൽ ഇടക്കാല ജാമ്യം 7 ദിവസത്തേക്ക് കൂടി നീട്ടണമെന്നാവശ്യപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീംകോടതിയിൽ ഹർജി നൽകി. വൈദ്യപരിശോധനയ്ക്ക് വിധേയനാകണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. ജൂൺ 2-നാണ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം അവസാനിക്കുക. മർദ്ദന പരാതിയിൽ നുണ പരിശോധനയ്ക്ക് തയ്യാറാണെന്ന് സ്വാതി മലിവാൾ MP. ആം ആദ്മി പാർട്ടി നേതാക്കൾ തന്നെ അപമാനിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ വസതിയിലുള്ളപ്പോഴാണ് താൻ ആക്രമിക്കപ്പെട്ടത്. മർദ്ദനമേറ്റ് താൻ നിലവിളിച്ചിട്ട് പോലും ആരും രക്ഷിക്കാനെത്തിയില്ലെന്നും സ്വാതി മലിവാൾ ആരോപിച്ചു. ഇന്ത്യ സഖ്യത്തിന്റെ അടുത്ത യോഗം ജൂൺ 1 ഡൽഹിയിൽ ചേരും. തെരഞ്ഞെടുപ്പിന്റെ 7 ഘട്ടങ്ങളും യോഗം അവലോകനം ചെയ്യും. ഇതിനു പുറമെ സഖ്യത്തിന്റെ തുടർ നീക്കങ്ങളും യോഗത്തിൽ ചർച്ചയാകും. രാജ്കോട്ട് ഗെയിമിംഗ് സെന്ററിലെ തീപിടുത്തത്തിൽ ഗുജറാത്ത് സർക്കാരിനെ വിശ്വാസത്തിലെടുക്കാനാവില്ലെന്ന് ഹൈക്കോടതി. സംഭവത്തിൽ സർക്കാരിന്റെയും രാജ്കോട്ട് മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളെ സർക്കാർ രൂക്ഷമായി വിമർശിച്ചു. 2 വർഷമായി ലൈസൻസോ അഗ്നിരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാതെയാണ് 2 ഗെയിമിംഗ് സെന്ററുകളും പ്രവർത്തിച്ചിരുന്നത് എന്ന വിവരം അറിയിച്ചപ്പോഴാണ് സർക്കാരിനെ വിശ്വസിക്കാനാവില്ലെന്ന് കോടതി പ്രതികരിച്ചത്. അഹമ്മദാബാദിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന മറ്റ് 2 ഗെയിമിംഗ് സെന്ററുകൾ കൂടിയുണ്ടെന്നും ഇത്തരം കേസുകൾ അന്വേഷിച്ച് 72 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ഉത്തർപ്രദേശിലെ ബാഗ്പത്തിലെ ആസ്ഥ ആശുപത്രിയിൽ തീപിടുത്തം. 12 രോഗികളെ രക്ഷപ്പെടുത്തി. ഡൽഹി സഹാറൻപൂർ റോഡിലുള്ള ആസ്ഥ ആശുപത്രിയുടെ മുകൾ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടികളെ രക്ഷപ്പെടുത്തിയതായും തീപിടുത്തത്തിൽ ആർക്കും പരിക്കില്ലെന്നും പോലീസ് അറിയിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കുട്ടികളുടെ ആശുപത്രിയിൽ തീപിടിച്ച് 7 നവജാത ശിശുക്കൾ വെന്ത് മരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഉത്തർപ്രദേശിലെ ആശുപത്രിയിലും തീപിടുത്തമുണ്ടായത്. ഇനി ചില ദേശീയ വാർത്തകൾ കാണാം ചുരുക്കത്തിൽ. നമസ്കാരം. നവജാത ശിശുക്കളുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തത്തിന് കാരണമായ ബേബി കെയർ ന്യൂബോൺ ചൈൽഡ് ഹോസ്പിറ്റൽ ഉടമ ഡോക്ടർ നിവിൻ ഘിച്ചിയെ ഡൽഹി കോടതി മെയ് 30 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തീപിടുത്തമുണ്ടായ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ആകാശിനെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ആശുപത്രിയുടെ രജിസ്ട്രേഷൻ 2024 മാർച്ചിൽ അവസാനിച്ചിരുന്നതായും ആശുപത്രിയുടെ ഉടമ പശ്ചിംപുരിയിൽ ഇത്തരത്തിൽ മറ്റൊരു ആശുപത്രി നടത്തുന്നുണ്ടെന്നും മന്ത്രി സൗരഭ് ഭരദ്വാജ് പറഞ്ഞു. പരിശോധനയ്ക്കിടെയാണ് ആശുപത്രിയിലെ വീഴ്ചകളും രജിസ്ട്രേഷൻ ഇല്ലാത്ത ആശുപത്രി നടത്തിപ്പും സംബന്ധിച്ച കാര്യങ്ങൾ കണ്ടെത്തിയതെന്നും ഇദ്ദേഹം വ്യക്തമാക്കി. പുനെ അപകടക്കേസിൽ ഹോസ്പിറ്റൽ ജീവനക്കാർ തെളിവുകളിൽ കൃത്രിമം കാട്ടിയെന്ന് പുനെ പോലീസ് കമ്മീഷണർ അമിതേഷ് കുമാർ. സാസൂൺ ഹോസ്പിറ്റൽ ഫോറൻസിക് മേധാവി അജയ് തവാരെയും സാസൂണിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീഹരി ഹർഹറയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കൗമാരക്കാരന്റെ രക്തസാമ്പിൾ ചവിറ്റുകൊട്ടയിൽ കളഞ്ഞ് മദ്യം കഴിക്കാത്ത മറ്റൊരാളുടെ രക്തസാമ്പിൾ ശേഖരിച്ച് ഇവർ കൃത്രിമം കാട്ടിയെന്ന് പുനെ പോലീസ് കണ്ടെത്തിയതോടെയാണ് നടപടി. തൃണമൂൽ കോൺഗ്രസിനെതിരായ പരസ്യ വിവാദത്തിൽ BJPക്ക് സുപ്രീം കോടതിയിൽ തിരിച്ചടി. പരസ്യങ്ങൾ പ്രഥമ ദൃഷ്ട്യാ അപമാനകരമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ടെലിവിഷൻ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ച പരസ്യങ്ങളിലാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടത്തിന് പുറമെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചട്ടങ്ങളുടെയും ലംഘനമാണ് പരസ്യങ്ങളെന്ന് കൊൽക്കത്ത ഹൈക്കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു. തുടർന്ന് പരസ്യങ്ങൾ കൊൽക്കത്ത ഹൈക്കോടതി വിലക്കിയതിനെതിരെയാണ് BJP സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ ഹർജി പിൻവലിക്കുകയാണെന്ന് BJP അറിയിച്ചു. ബിബവ് കുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ കോടതിയിൽ നാടകീയ രംഗങ്ങൾ. ഡൽഹി തീസ് ഹസാരി കോടതിയിൽ പ്രതിഭാഗം വാദത്തിനിടെ സ്വാതി മലിവാൾ പൊട്ടിക്കരഞ്ഞു. സ്വാതി പരിക്കുകൾ സ്വയം ഉണ്ടാക്കിയതാണെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ N ഹരിഹരൻ വാദിച്ചത്. ആരോപണങ്ങൾ ഉന്നയിക്കാനായി മുഖ്യമന്ത്രിയുടെ വീട്ടിൽ CCTV ഇല്ലാത്ത ഡ്രോയിംഗ് റൂം മനഃപൂർവ്വം സ്വാതി തെരഞ്ഞെടുക്കുകയായിരുന്നെന്നും ആസൂത്രിതമായ ആരോപണങ്ങളാണ് സ്വാതി ഉന്നയിച്ചതെന്നും ബിബോവിന്റെ അഭിഭാഷകർ പറഞ്ഞു. ഇതോടെ ദേശീയ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇനി അന്തർദേശീയ വാർത്തകളുമായി കൃഷ്ണേന്ദു നായർ. നമസ്കാരം. ലോകവാർത്തയിലേക്ക് സ്വാഗതം.
ഇറാൻ റഷ്യയിൽ നിന്ന് 15 നൈറ്റ് വിഷൻ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നു. റഷ്യയിൽ നിന്ന് 12 നൈറ്റ് വിഷൻ റെസ്ക്യൂ ഹെലികോപ്റ്ററുകളും 3 ഫയർ ഫൈറ്റിംഗ് ഹെലികോപ്റ്ററുകളും ഇറാൻ വാങ്ങിയതായി ഇറാനിയൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയുടെ റിലീഫ് ആൻഡ് റെസ്ക്യൂ ഓർഗനൈസേഷൻ മേധാവി ബബാക് മഹ്മൂദി ഇറാൻ വാർത്താ ഏജൻസിയോട് പറഞ്ഞു. സ്പെഷ്യലൈസ്ഡ് ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കുന്ന കമ്പനിയുടെ ഉദ്യോഗസ്ഥരുമായി ഏപ്രിൽ അവസാനത്തോടെ ഈ കരാർ ഒപ്പിട്ടതായി മഹ്മൂദി കൂട്ടിച്ചേർത്തു. അതായത് 2025 മാർച്ച് 20 അവസാനിക്കുന്ന നിലവിലെ ഇറാനിയൻ കാലണ്ടർ വർഷാവസാനത്തോടെ 4 ഹെലികോപ്റ്ററുകൾ എത്തിക്കാൻ കഴിയുമെന്ന് റഷ്യ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. വലുതും പ്രത്യേകതയുള്ളതുമായ ഈ ഹെലികോപ്റ്ററുകൾക്ക് 6 ചെറിയ സപ്പോർട്ടിംഗ് ഹെലികോപ്റ്ററുകളുമുണ്ട്. ഈ ഹെലികോപ്റ്ററുകളുടെ മൊത്തം വില ഏകദേശം $500 മില്യൺ ആണ്. ഖത്തർ എയർവേസിന്റെ വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ടതിനെ തുടർന്ന് യാത്രക്കാർക്ക് പരിക്ക്. ദോഹയിൽ നിന്ന് ഡ്യൂബ്ലിനിലേക്കുള്ള യാത്രയ്ക്കിടെ ഖത്തർ എയർവേസ് ഫ്ലൈറ്റ് QR017 ആകാശച്ചുഴിയെ തുടർന്ന് 6 ക്രൂ അംഗങ്ങൾ ഉൾപ്പെടെ 12 പേർക്ക് പരിക്കേറ്റു. ടർക്കിക്ക് മുകളിലൂടെ പറക്കുന്നതിനിടെ വിമാനത്തിന് ടർബുലൻസ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് 6 യാത്രക്കാർക്കും 6 ക്രൂ അംഗങ്ങൾക്കും പരിക്കേറ്റതായി ഡ്യൂബ്ലിൻ എയർപോർട്ട് സ്ഥിരീകരിച്ചു. സംഭവത്തെ തുടർന്ന് വിമാനം ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ സുരക്ഷിതമായി ഡ്യൂബ്ലിൻ വിമാനത്താവളത്തിൽ ഇറക്കി. 18 വയസ്സ് കഴിഞ്ഞവർക്ക് ദേശീയ സേവനം നിർബന്ധമാക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്. ജൂലൈ 4 നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ തുടരുകയാണെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞവർക്ക് രാജ്യത്ത് ദേശീയ സേവനം നിർബന്ധമാക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് പറഞ്ഞു. അർഹമായ അവസരങ്ങൾ ലഭിക്കാത്ത യുവാക്കളുടെ തലമുറകൾ ബ്രിട്ടനിൽ ഉണ്ടെന്ന് പ്രധാനമന്ത്രി പറയുന്നു. ഒപ്പം അനിശ്ചിതത്വമുള്ള ലോകത്ത് സമൂഹത്തെ ഒന്നിപ്പിക്കാനും ദേശീയ ഐക്യം വർദ്ധിപ്പിക്കാനും ഈ പദ്ധതി ഉപകരിക്കുമെന്നും സുനക് പറയുന്നു. പ്രതിവർഷം $300 കോടി ചെലവ് വരുന്ന പദ്ധതി പ്രകാരം യുവാക്കൾ 1 വർഷം സായുധ സേനയിൽ സേവനം അനുഷ്ഠിക്കുകയോ മാസത്തിൽ 1 വാരാന്ത്യത്തിൽ സന്നദ്ധ സേവനം നടത്തുകയോ വേണം. പോലീസ്, ആരോഗ്യ സേവനം തുടങ്ങിയവയിലാണ് സന്നദ്ധ സേവനം നടത്തേണ്ടത്. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ ഉദ്ദേശമില്ല എന്ന് ജർമ്മനി. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പലസ്തീൻ അതോറിറ്റിയെ പ്രത്യേക രാഷ്ട്രമായി അംഗീകരിക്കാൻ ഒരു കാരണവുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പോർച്ചുഗൽ പ്രധാനമന്ത്രി ലൂയിസ് മോണ്ടിനെഗ്രോയ്ക്കൊപ്പം വെള്ളിയാഴ്ച നടത്തിയ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. രാജ്യത്തിന്റെ ഭൂപ്രദേശത്തെപ്പറ്റി വ്യക്തതയില്ല. അതുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ വിഷയങ്ങളും ഇപ്പോഴും വ്യക്തതയില്ലാതെ തുടരുന്നതായും ഷോൾസ് പറയുന്നു. പലസ്തീനും ഇസ്രായേലിനും ഇടയിൽ സംഘർഷ പരിഹാരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാൻ അറബ് രാജ്യങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ടെന്ന് ഒലാഫ് ഷോൾസ് പറയുന്നു. മാലിദ്വീപുമായി ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിന് ശ്രമിക്കുന്നുവെന്ന് മാലിദ്വീപ് മന്ത്രി മുഹമ്മദ് സയ്യിദ്. മാലിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് സാമ്പത്തിക വികസന വാണിജ്യ മന്ത്രി സയ്യിദ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ നിരവധി മാലിദ്വീപ് മന്ത്രിമാർ പരിഹസിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം നവംബർ മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായ സാഹചര്യത്തിലാണ് മാലിദ്വീപുമായി സ്വതന്ത്ര വ്യാപാര കരാറിന് ശ്രമിക്കുന്നത്. ലോകവാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. വീണ്ടും ഇടവേള. Climax Counting Day, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. Special partner, Ajmi Steam Made Puttupudi, Vilambam Nalla Vishesham.
ഉയർന്ന റാങ്കിലുള്ള വ്യക്തി ആയതുകൊണ്ട് ആ സമയത്ത് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കോ അല്ലെങ്കിൽ സംഭാഷണത്തിലോ ഒന്നും നിന്നില്ല. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. എന്തായാലും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഈ സംഭവം ശരിയാണെന്ന് വ്യക്തമാകുകയും ചെയ്തു. അതിന് ഇടയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്നത് ഈ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ, AR ക്യാമ്പിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ഉണ്ടായി എന്നുള്ളൊരു വിവരം കൂടി. എന്തായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ കഴിഞ്ഞ രേണുക ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ ആഗുമായി ബന്ധപ്പെട്ട് കർശന നിർദ്ദേശമായിരുന്നു DGPയുടെ ഭാഗത്ത് നിന്നും പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ നൽകിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഈ DYSP തന്നെ ഇത്തരത്തിൽ ഗുണ്ടയുടെ വീട്ടിൽ വിരുന്നിനായി എത്തുന്നു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. രേണുക. ശരി, നവമിയിലേക്ക് ഞാൻ തിരിച്ചെത്താം. ശരണ്യ സ്നേഹജനുണ്ട് നടപടി സംബന്ധിച്ചുള്ള വിവരങ്ങളുമായി. ശരണ്യ, ഇതിൽ പോലീസുകാർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. അവർക്ക് സസ്പെൻഷൻ എന്ന വിവരം വരുന്നു. അപ്പോഴും ഈ DYSPയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ആരാണ് എന്നത് വ്യക്തമാകുന്നുണ്ടോ? എന്ത് നടപടികളിലേക്ക് നീങ്ങുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്? രേണുക, ആലപ്പുഴയിൽ നിന്നും വിനോദയാത്രയ്ക്ക് പുറപ്പെട്ട ആലപ്പുഴ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അങ്കമാലിയിൽ തമ്മനം ഫൈസലിന്റെ വീട്ടിൽ അവരൊരുക്കിയ വിരുന്നിൽ പങ്കെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള പോലീസുകാരുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എന്തായാലും 3 പോലീസുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഷൻ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ സസ്പെൻഷൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, അത് DYSPയുടെ നടപടിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും മേൽത്തട്ടിൽ പരിശോധിച്ചു വരികയാണ് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സാബുവുമായി ബന്ധപ്പെട്ട് നേരത്തെയും പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ 2 കമ്പനികൾക്ക് കൂടി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നോട്ടീസ്. AK കെമിക്കൽസിന് അടച്ചുപൂട്ടൽ നോട്ടീസും അർജുന നാച്ചുറൽസിന് പ്രവർത്തനാനുമതി പിൻവലിക്കാതിരിക്കാൻ കാരണം കാണിക്കൽ നോട്ടീസുമാണ് നൽകിയത്. മത്സ്യക്കുരുതിയിൽ ശാസ്ത്രീയ അന്വേഷണത്തിന് ശുപാർശ ചെയ്തുള്ള കളക്ടറുടെ റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും കുഫോസിന്റെയും കണ്ടെത്തലുകളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് എറണാകുളം ജില്ലാ കളക്ടർ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. KSRTC ഡ്രൈവർ മേയർ തർക്കത്തിൽ യാത്രക്കാരുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ്. സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പറഞ്ഞുവെന്ന് യാത്രക്കാരുടെ മൊഴി. ബസ്സിൽ കയറിയത് കണ്ടക്ടർ ട്രിപ്പ് ഷീറ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. അതേസമയം കേസിനാസ്പദമായ സംഭവം പോലീസ് പുനരാവിഷ്കരിച്ചു. പട്ടം മുതൽ പാളയം വരെ ബസ്സും കാറും ഓടിച്ചാണ് ദൃശ്യം പുനരാവിഷ്കരിച്ചത്. ബസ്സിലെ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചാൽ കാറിലെ യാത്രക്കാർക്ക് കാണാനാകുമെന്ന് വ്യക്തമായെന്ന് പോലീസ് പറയുന്നു. ഡ്രൈവർ യദുവിനെതിരെ കുറ്റപത്രം നൽകാൻ നടപടി തുടങ്ങി. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ പോലീസ് അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അന്വേഷണ റിപ്പോർട്ട് അന്തിമമാക്കുന്നതിന്റെ ഭാഗമായാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുന്നത്. ഡ്രൈവർ യദുവിനെ പ്രതിയാക്കി വൈകാതെ കുറ്റപത്രം ഈ കേസിൽ കുറ്റപത്രം നൽകാനുള്ള നീക്കങ്ങളിലും പോലീസ് കടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ സംഭവങ്ങൾ പട്ടം പ്ലാമൂട് മുതൽ പാളയം വരെയുള്ള ഈ റോഡിലെ തർക്കം പോലീസ് പുനരാവിഷ്കരിച്ചത്. മേയറുടെ പ്രധാനപ്പെട്ട പരാതി തന്നെ കാറിലിരിക്കുമ്പോൾ തന്നെയും കുടുംബത്തെയും അശ്ലീലാംഗ്യം യദു കാണിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ബസ്സിൽ നിന്ന് ഇത് കാണിച്ചാൽ കാറിൽ പോകുന്ന ആളുകൾക്ക് ആംഗ്യം കാണാൻ കഴിയില്ലെന്ന വാദമാണ് യദുവുമായി ബന്ധപ്പെട്ട ആളുകളും ഉയർത്തിയ പ്രധാനപ്പെട്ട എതിർ ആരോപണം. മേയറുടെ വ്യാജ പരാതി സ്ഥാപിക്കാൻ അവർ നടത്തിയ എതിർ ആരോപണം. പക്ഷേ ഈ ദൃശ്യങ്ങൾ പുനരാവിഷ്കരിക്കുമ്പോൾ അങ്ങനെ സാധിക്കുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതായത് ബസ്സിലെ ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചാൽ കാറിലെ യാത്രക്കാർക്ക് വ്യക്തമായി കാണാനാകുമെന്ന് ഈ പുനരാവിഷ്കരണത്തിനിടെ പോലീസിന് ബോധ്യമായി. പട്ടം മുതൽ പാളയം വരെ ബസ്സും കാറും ഓടിച്ചായിരുന്നു പോലീസിന്റെ ഈ സംഭവങ്ങൾ, അന്ന് രാത്രിയിലെ സംഭവങ്ങൾ പുനരാവിഷ്കരിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത്, മേയർ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവും ബാലുശ്ശേരി MLAയുമായ KM സച്ചിൻ ദേവ് ബസ്സിൽ കയറി ആളുകളെ ഇറക്കിവിട്ടു, ബസ്സിൽ കയറി ബഹളം കാണിച്ചു എന്ന ആരോപണമുണ്ട്. ആ വിഷയത്തിൽ പോലീസിന്റെ കോടതി നിർദ്ദേശപ്രകാരം പോലീസ് FIR രജിസ്റ്റർ ചെയ്തതാണ്. അതുമായി ബന്ധപ്പെട്ട അന്ന് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയതിൽ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്ന് യാത്രക്കാർ പറയുന്നു, മൊഴി നൽകിയിട്ടുണ്ട്. ബസ്സിൽ കയറിയ ശേഷം ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ സച്ചിൻ ദേവ് ആവശ്യപ്പെട്ടു എന്നാണ് മൊഴിയിൽ വ്യക്തമാകുന്നത്. അല്ലാതെ ഈ ബസ്സിൽ നിന്ന് ആളുകൾ ഇറക്കിവിടാനോ അവിടെ ബഹളമുണ്ടാക്കുവാനോ സച്ചിൻ ദേവ് ശ്രമിച്ചു എന്ന തരത്തിലുള്ള മൊഴി പോലീസ് ലഭിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും അവിടെയും മേയറും കുടുംബവും ഒക്കെ പറയുന്നത് പോലുള്ള അവരുടെ നിലപാടിനെ സാധൂകരിക്കുന്ന മൊഴിയാണ് പോലീസ് ലഭിച്ചുള്ളതെന്നാണ് അറിയാൻ കഴിയും. ഏതായാലും
കേസന്വേഷണം ഒരു അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. യദുവിനെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കോടതി നേരത്തെ പോലീസ് അറിയിച്ചിരുന്നു. ഇപ്പോൾ അധികം വൈകാതെ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ ശ്രമം. അതിന്റെ ഭാഗമായാണ് അന്വേഷണത്തിൽ ഇപ്പോഴുണ്ടാകുന്ന ഈ വളരെ വേഗത്തിലുള്ള നീക്കങ്ങൾ. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് അനുമതിയില്ലാതെ പരിശോധിച്ച കേസിൽ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങളിൽ ചട്ടങ്ങൾ വേണമെന്ന് ഡിജിപി. ചട്ടങ്ങൾ രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പിന് ഡിജിപി കത്ത് നൽകി. ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുമ്പോൾ സർക്കുലർ പാലിക്കണമെന്നും ഡിജിപിയുടെ കത്തിൽ പറയുന്നു. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ രാഹുലിന്റെ അമ്മയുടെയും സഹോദരിയുടെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെ വിധി. പോലീസ് സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ച് പ്രതിഭാഗത്തിന്റെ വാദവും കേട്ട ശേഷമാണ് നാളത്തേക്ക് വിധി പറയാൻ മാറ്റിയത്. രാഹുലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചു എന്ന് ആരോപണമുയർന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാലിന്റെ ജാമ്യം ഹർജി 31-ന് കോടതി പരിഗണിക്കും. സ്ത്രീധനം ആവശ്യപ്പെട്ട രാഹുലിന്റെ മാതാവും സഹോദരിയും നിരന്തരം മാനസിക പീഡനത്തിന് തന്നെ ഇരയാക്കിയതായി പെൺകുട്ടി മൊഴി നൽകിയെന്ന് പോലീസ് കോടതിയിൽ വ്യക്തമാക്കി. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട വധശ്രമവും സ്ത്രീധന പീഡന കുറ്റവും ചുമത്തിയ ശേഷം പ്രതിയെ നാടുവിടാൻ ഇവർ സഹായിച്ചുവെന്നും ചൂണ്ടിക്കാട്ടി. രാഹുലിന് ജർമ്മൻ പൗരത്വമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി. നഗരത്തിൽ തന്നെയുണ്ട് രാഹുൽ എന്ന് പറഞ്ഞ് അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനാണ് രാഹുലിന്റെ അമ്മ ശ്രമിച്ചതെന്നും പോലീസ് കോടതിയിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ യുവതി ആദ്യം പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിലും പിന്നീട് വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിലൊന്നും കുടുംബത്തിന് ഇക്കാര്യത്തിൽ പങ്കുണ്ടെന്ന കാര്യം ഈ പെൺകുട്ടി പറഞ്ഞിരുന്നില്ല എന്നാണ് കുടുംബം ചൂണ്ടിക്കാട്ടുന്നത്. ഈ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം അല്ലെങ്കിൽ കേസിൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തിയ ശേഷം പ്രതി വിദേശത്തേക്ക് കടന്നു കളഞ്ഞു. ഇതിന്റെ ജാള്യത മറയ്ക്കാനാണ് പോലീസ് തങ്ങളെ പ്രതി ചേർക്കുന്നതെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോൾ വീടിന്റെ താക്കോൽ ബലമായി പിടിച്ചു വാങ്ങിയ ശേഷം വീട്ടിൽ നിന്നും സാധന സാമഗ്രികൾ കടത്തിക്കൊണ്ടുപോയി കാറ് പിടിച്ചെടുക്കുക തുടങ്ങിയ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായും ഇവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും ഇരുഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ട ശേഷമാണ് കേസിൽ വിധി പറയുന്നതിനായി നാളത്തേക്ക് മാറ്റിയിരിക്കുന്നത്. വിധി അനുകൂലമായാൽ ഈ അമ്മയും സഹോദരിയും അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നീക്കങ്ങളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് പറയുന്നത്. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയെ വിദേശത്തേക്ക് പോകുന്നതിന് സഹായിച്ചുവെന്ന് ആരോപണം ഉയർന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാലിന്റെ ജാമ്യ ഹർജി 31-ന് പരിഗണിക്കാൻ കോടതി മാറ്റിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ശരത് ലാലിന്റെ ഇടപെടലുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടും പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതേസമയം വിദേശത്ത് ഇപ്പോഴും തുടരുന്ന രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഒരു തരത്തിലും വിജയം കാണുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ബ്ലൂ കോർണർ നോട്ടീസ് അയച്ചെങ്കിലും ഇതിനുള്ള മറുപടി നാട്ടിലേക്ക് ലഭിച്ച് അല്ലെങ്കിൽ പോലീസിന് ലഭിച്ചിരുന്നില്ല. ഈ നോട്ടീസ് ലഭിച്ചാൽ മാത്രമേ റെഡ് കോർണർ നോട്ടീസ് അടക്കമുള്ളവ നൽകാൻ കഴിയുകയുള്ളൂ. പക്ഷേ റെഡ് കോർണർ നോട്ടീസ് നൽകിയാലും പ്രതിയെ നാട്ടിലേക്ക് വിടണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വിദേശ രാജ്യത്തിന് തന്നെ ജർമ്മനിക്ക് തന്നെയാണ് എന്തായാലും ഇക്കാര്യത്തിൽ അവകാശമുള്ളത്. അതുകൊണ്ട് ഇത് എത്രമാത്രം വിജയം കാണും എന്ന ഒരു ആശയക്കുഴപ്പം പോലീസിനുണ്ട്. എന്നാൽ സഹോദരിയെയും ഒപ്പം അമ്മയും ഒക്കെ കസ്റ്റഡിയിലെടുത്താൽ അല്ലെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രതി നാട്ടിലേക്ക് എത്തും എന്നൊരു കണക്കുകൂട്ടൽ തന്നെയാണ് പോലീസിനുള്ളത്. എന്തായാലും അത് അടിസ്ഥാനമാക്കി തന്നെയാണ് ഈ മുൻകൂർ ജാമ്യ ഹർജിയിലടക്കം വിശദീകരണം നൽകിയിരിക്കുന്നതും ജാമ്യം തള്ളിയാൽ പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കവുമായി പോലീസ് മുന്നോട്ട് പോകുന്നതും. കണ്ണൂരിൽ അയൽവാസിയെ പിതാവും മക്കളും ചേർന്ന് അടിച്ചുകൊന്നു. വാഹനം കഴുകുന്നതിനിടെ മലിനജലം ഒഴുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. കക്കാട് നമ്പ്യാർമൊട്ട സ്വദേശി അജയ്കുമാറിനെ ഹെൽമറ്റും കല്ലും വടിയും ഉപയോഗിച്ചാണ് സംഘം കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ ദേവദാസ്, മക്കളായ സഞ്ജയ് ദാസ്, സൂര്യദാസ് എന്നിവരെയും ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേരളത്തിൽ ഇത്തവണ കാലവർഷം കനക്കുമെന്ന് മുന്നറിയിപ്പ്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് മുന്നറിയിപ്പ് നൽകിയത്. 5 ദിവസത്തിനുള്ളിൽ മൺസൂൺ കേരളത്തിലെത്തുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. വിവരങ്ങളുമായി ഷംന ചേരുന്നു. ഷംന, ഏത് രീതിയിലുള്ള മുന്നറിയിപ്പുകളൊക്കെയാണ് ഉള്ളത്? എത്രത്തോളം ജാഗ്രതാ നിർദ്ദേശങ്ങൾക്ക് കടക്കണമെന്നുള്ള സൂചനകൾ വരുന്നു? അപർണ, അടുത്ത 5 ദിവസത്തിനുള്ളിൽ കാലവർഷം എത്തുമെന്നാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ തവണ ജൂൺ 4-നായിരുന്നു കാലവർഷം എത്തിയത്. എന്നാൽ ഇത്തവണത്തെ മുന്നറിയിപ്പ് പ്രകാരം മെയ് 31 കൂടിയാണ് കാലവർഷം എത്തുന്നത്. എന്തായാലും കനത്ത മഴയായിരിക്കും ലഭിക്കുക എന്നാണ് നിലവിൽ കിട്ടുന്ന മുന്നറിയിപ്പ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലങ്ങളിൽ മഴ ശക്തി കൂടും, കൂടുതൽ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. എന്തായാലും ഇന്ത്യ ഒട്ടാകെ 106% മഴ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന മുന്നറിയിപ്പ് പ്രകാരം. എന്തായാലും
വേനൽ മഴ ശക്തി പ്രാപിച്ച് അതിന് പിന്നാലെ വരുന്ന ഈ മൺസൂൺ മഴക്കാലവും കൂടി ശക്തി പ്രാപിക്കുമ്പോൾ വലിയ ജാഗ്രതയോടെ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ യെല്ലോ അലേർട്ട് 3 ജില്ലകളിലാണ് ഉണ്ടായിരുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലാണ് ഇന്നും നാളെയായിട്ട് യെല്ലോ അലേർട്ടുകളൊക്കെ പ്രഖ്യാപിച്ചിരുന്നത്. വരും ദിവസങ്ങളിലും മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയായി അടുത്ത 5 ദിവസത്തിനുള്ളിൽ എന്തായാലും മഴക്കാലം എത്തുകയാണ്. 31 മഴ എത്തും. ശക്തമായ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. ഷംന വിവരങ്ങൾ നൽകി. ഹൃദയരാഗം ഫാമിലി മ്യൂസിക് ക്ലബ്ബ് 7ാം വാർഷികം ആഘോഷിച്ചു. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ വയലാർ ശരത്ചന്ദ്ര വർമ്മ ഉദ്ഘാടനം ചെയ്തു. വയലാർ രാമവർമ്മയുടെ കവിതകളും ചലച്ചിത്ര ഗാനങ്ങളും കോർത്തിണക്കി ക്ലബ്ബ് അംഗങ്ങൾ അവതരിപ്പിച്ച ഗാന നൃത്തവിരുന്ന് ഉണ്ടായിരുന്നു. കണ്ണൂർ പറശ്ശിനിക്കടവ് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കിൽ ഒരു അഡ്വഞ്ചർ റൈഡ് കൂടി തയ്യാറായി. ഹെലിക്കൻ എന്ന പേരിലുള്ള റൈഡ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സന്ദർശകർക്കായി തുറന്നുകൊടുത്തു. ഇറ്റാലിയൻ നിർമ്മിത റൈഡിൽ ഒരേ സമയം 18 പേർക്കാണ് കയറാൻ സാധിക്കുക. 24 റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ് ഇതിന്റെ വേഗത. ക്ലോക്ക് വൈസായും ആന്റി ക്ലോക്ക് വൈസായും ചലിക്കുന്ന റൈഡ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ സാധിക്കും. 2 കോടി ചെലവിട്ടാണ് റൈഡ് നിർമ്മിച്ചതെന്ന് ചെയർമാൻ PV ഗോപിനാഥ്. വിജ്ഞാന കേന്ദ്രമായിട്ടുള്ള വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കിൽ ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6640 രൂപ, പവന് 53,120. 18 ക്യാരറ്റ് ഗ്രാമിന് 5540, പവന് 44,320 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ, കിലോയ്ക്ക് 97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂർണ്ണമാകുന്നു ലൈവ് 6. നമസ്കാരം.